ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നും ആയിക്കോട്ടെ ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ പറ്റി. ഇത് ആരും പച്ചയായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ജോലിയുണ്ട്, എനിക്ക് ജോലിയായി, അല്ലെങ്കിൽ പഠിക്കാം, യൂറോപ്യൻ കൺട്രിയാണ്, നമ്മൾക്ക് ഒരുപാട് പൈസ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാം. അത് ശരിയാണ്, നമ്മൾക്ക് ഏൺ ചെയ്യാം, മോർ ഇൻകം ഏൺ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പച്ചയായ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ സത്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മൾ നാട്ടിൽ നിന്നും പഠിച്ചിട്ട് വരുന്ന ജർമ്മൻ അല്ല. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് നന്നായിട്ട് വായിക്കാനും എഴുതാനും പറയാനും പഠിച്ചിരിക്കണം. നമ്മൾ ഓർക്കുമൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് B2 പാസ്സായി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് അവിടെ പോകാം, പിന്നെ എല്ലാം ഓക്കെയാണ്, ഈസിയാണ്, ലൈഫ് കോസി ലൈഫാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതല്ല. നമ്മൾ അവിടെ നിന്നും പഠിക്കുന്നത് ഒന്നുമല്ല ജർമ്മനി വന്നു കഴിയുമ്പോൾ. കാരണം വന്നു കഴിയുമ്പോൾ ഇവിടുത്തുകാർ നമ്മുടെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നാട്ടിലായിരിക്കുമ്പോൾ തന്നെ കുറേ എന്താ പറയുന്നത്, റൈറ്റിങ്സ് ഉണ്ടല്ലോ, ജർമ്മൻ സ്റ്റോറീസ്, അങ്ങനെ പേപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ കയറി വായിക്കാം. അങ്ങനെയൊക്കെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടാതെ നമ്മൾക്ക് പറ്റുന്നത്രയും ജർമ്മൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ന്യൂസ് കാണാൻ ശ്രമിക്കുക. അപ്പം അതിൽ കൂടിയൊക്കെ ഒരുപാട് ജർമ്മൻ നമ്മൾക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞങ്ങളൊക്കെ വന്ന ഇടയ്ക്കും അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ അല്ലെങ്കിൽ ഏത് മതവിശ്വാസിയാണോ ആ മതത്തിലുള്ള അവരുടെ വേദപുസ്തകം, ജർമ്മനിയിൽ ഉള്ള വേദപുസ്തകം കിട്ടുമെങ്കിൽ അത് നമ്മൾ വായിക്കുക. കാരണം അതിൻ്റെ സ്പെസിഫിക്കലി എനിക്ക് പറയാൻ പറ്റുന്ന ബൈബിൾ, എനിക്കറിയാവുന്ന ബൈബിളിനെ പറ്റിയാണ്. അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന ജർമ്മൻ വെരി ഈസി ആൻഡ് സിമ്പിൾ ജർമ്മനാണ്. നമ്മൾ അത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് സെൻറ്റൻസ് ബിൽഡപ്പ് ചെയ്യുന്നത്, നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾക്കത് ഒരുപാട് ഉപകാരപ്രദമാകും. പിന്നെ വന്നിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എപ്പോഴും ആ പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. പിന്നെ അതിൻ്റെ ആ നമ്മുടെ വെർബ് ഫോമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കോഞ്ചുഗേഷനും കാര്യങ്ങളൊക്കെ, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ റൂള് മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കുറച്ച് പേജുകളിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് അത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക, എഴുതുക, എഴുതി പഠിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണോ ഒരു ദിവസം പഠിപ്പിക്കുന്നത് ആ വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഗ്രാമാറ്റിക് ഉപയോഗിച്ച് നമ്മൾ സെൻറ്റൻസ് ബിൽഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ജർമ്മൻ പഠിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി വരും. പിന്നെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ, നമ്മുടെ അടുത്ത് ആരെങ്കിലും സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ പറയും, നമ്മൾ കുറച്ച് സംസാരിച്ച് നമ്മൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കി നമുക്കൊരു നിങ്ങൾ സംസാരിക്കുന്നത് നല്ല ജർമ്മനാണ്, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറയും കേട്ടോ. പക്ഷെ മനസ്സിലാവുന്നില്ല. നമ്മൾ ആരുമായിട്ടെങ്കിലും ഒന്ന് ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ പറയും, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല, നിങ്ങൾ വർത്തമാനം പറയുന്ന ആ സ്ലാങ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ട്യൂണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അപ്പുറത്തെ തലയ്ക്കുന്ന ആദ്യമായിട്ട് പറയുന്ന അതായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട്
പരമാവധി കഴിവിൻ്റെ പരമാവധി പഠിക്കുക. പിന്നെ പഠിച്ചിട്ട് നമുക്കൊരു ഗ്യാപ്പ് വരും. നമ്മൾ നാട്ടിൽ വയ്ക്കുന്ന അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ പിന്നെ ജർമ്മൻ്റെ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയും പിന്നെയും ഗോ ത്രൂ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ബുക്ക്, ന്യൂസ് കാര്യങ്ങളൊക്കെ വായിക്കുക. ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവരുമായിട്ട് കോൺവെർസേഷൻ നടത്തുക. പിന്നെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നമ്മളെ ഇവിടുത്തുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നോളം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. നമ്മൾക്ക് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം. കാരണം നമ്മളെപ്പോഴും പുറത്തുനിന്ന് വന്നവരാണ്. നമ്മുടെ സ്കിൻ ടോൺ ജർമ്മൻ സ്കിൻ ടോൺ പോലെ അല്ല. അവർ പറയും നമ്മളെ എപ്പോഴും അത് വെച്ചാണ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. നമുക്ക് വിഷമങ്ങളുണ്ടാവാം, പക്ഷെ നമ്മൾ മറക്കരുത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു രാജ്യവും ഈ ഭാഷയും തിരഞ്ഞെടുത്തത് എന്ന്. കാരണം ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവാം. അവർ ചോദിക്കും, ആ പുറം രാജ്യത്തു നിന്ന് വന്നവളല്ലേ, അല്ലെങ്കിൽ ആ കറുത്ത അവളല്ലേ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ വേറെ അടുത്ത് പറഞ്ഞെന്നിരിക്കും. പിന്നെ ഇൻ കേസ് സ്റ്റുഡൻസും അല്ലെങ്കിൽ സ്റ്റാഫും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ സ്റ്റാഫും സ്റ്റുഡൻസും നമ്മൾ ഡ്യൂട്ടി ടൈമിൽ നമുക്ക് ഫ്രീ കിട്ടുമ്പോൾ യൂഷ്വലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിറ്റ് ചാറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ പൊതുവായിട്ട് കണ്ടുവരുന്നത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് മറ്റൊരാളുടെ കൊലീഗ്സൊക്കെ കൂടെ കൂടിയിരുന്ന് ചിലപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ടൈമിൽ അല്ലാത്ത ആളെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരഭിപ്രായവും പറയാൻ പോകണ്ട. കാരണം നമ്മളും പുറം രാജ്യത്തു നിന്ന് വന്നവരാണ്, നമ്മളും ഇവിടുത്തെ ഇൻമേറ്റ്സ് അല്ല. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ കൂടി നമ്മൾ ആബ്സെൻ്റ് ആയിട്ടിരിക്കുന്ന മിത്താറുമായിട്ട് അല്ലെങ്കിൽ ജോലി കൊലീഗ് കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ ഇതേ സെയിം എക്സ്പീരിയൻസ് ആണ് നമ്മൾക്കും വരാൻ പോകുന്നത്. കാരണം നമ്മളില്ലാത്ത സമയത്ത് നമ്മളെപ്പറ്റി ഇത് പോണക്ക് തന്നെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്തിട്ട് അവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുക. പക്ഷെ നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിൽ ചേർന്ന് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ് അവരെ ദുഷിപ്പിക്കാതിരിക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം. പിന്നെ ചിലപ്പോൾ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയമൊക്കെ ആണെങ്കിൽ ചില മുതിർന്നവർ നമ്മളെ ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക ഭാവത്തോടു കൂടി നമ്മളെ നോക്കും. അപ്പോൾ നമുക്കറിയാം അവർ മീൻ ചെയ്യുന്നത് നമ്മൾ ജർമ്മൻസ് അല്ല എന്നതിനെ പറ്റിയാണെന്ന്. പൊതുവായിട്ട് കാണുന്നത് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പൊതു സ്ഥലത്തോടുകൂടി പോകുമ്പം അവർ നമ്മളെ ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കും. ചില അവിടെ മുഖത്ത് തന്നെ നോക്കി പറയും. അവർ വഴിക്ക് സാധനം മേടിക്കാൻ നിൽക്കുന്ന അവിടെയെങ്ങാനും നിൽക്കുവാണെങ്കിൽ അവർ തന്നെ പറയും. അവരിങ്ങനെ പിറുപിറുത്തോണ്ട് പോകും. അപ്പോൾ നമുക്കറിയാം അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു ഡിസ്ലൈക്ക്നെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കിച്ചണിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തുണികളൊന്നും പുറത്തെ വരാന്തയിലോ അങ്ങനെ ഗാർഡ്രോബിലോ ഒന്നും തൂക്കിയിടാതിരിക്കുക. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡിൻ്റെ മസാല സ്മെല്ല് നമ്മുടെ ഡ്രസ്സുകൾ സ്പെഷ്യലി നന്നായിട്ട് ക്യാച്ച് ചെയ്യും. നമ്മളത് പുറത്ത് പോയി കഴിയുമ്പോൾ ഒരു പ്രത്യേകതരം സ്മെല്ലാണ്. നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നല്ല മണമല്ല, ഒരു ഇതുമല്ല, നമ്മളൊരു സ്റ്റിങ്കിങ് സ്മെല്ല് ആയിരിക്കും നമ്മുടെ ഫുഡിൻ്റെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയം അങ്ങനെയുള്ള സമയത്ത് കുക്കിങ്ങൊക്കെ ചെയ്യുക. പിന്നെ നന്നായിട്ട് ജനലുകളും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ഫ്രഷ് എയർ റൂമിലേക്ക് വരാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും
കുളിച്ച് ഫ്രഷായി ഫ്രഷ് ഡ്രസ്സസും ഇട്ടിട്ടേ പുറത്തിറങ്ങി മറ്റുള്ള വ്യക്തികളുടെ കൂടെ നമ്മൾ മിങ്കിൾ ചെയ്യാൻ പോകാൻ പാടുള്ളൂ. കാരണം അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ നേഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കൂടെ ക്ലാസ്സിന് ഇരിക്കുമ്പോൾ ചില കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിരിക്കത്തില്ല. കാരണം നമ്മൾ ഈ മസാലയും കാര്യങ്ങളും എല്ലാം കൂടെ ആയിപ്പോയി ഈ സ്മെല്ലായി കഴിയുമ്പോൾ അവർക്ക് നമ്മളോടൊരു ഇതാണ്, ചിലപ്പം നമ്മളെ കൂടെ കൂട്ടിയെന്നിരിക്കത്തില്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജർമ്മൻ സ്റ്റുഡൻസ് പറയുന്നത് ദിസ് ഔട്ട്സൈഡേഴ്സ്, അതായത് ദിസ് ഔസ്ലാൻഡേഴ്സ് സ്റ്റിങ്ക്ഡ് ഇമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറം രാജ്യത്തിൽ നിന്ന് വന്ന ആൾക്കാർ ഓൾവേസ് സ്റ്റിങ്കിങ് ആണെന്ന്. അപ്പോൾ നമ്മൾ അതിനുള്ള എന്താ പറയുക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്ന ക്ലാസ്സുകളിലാണെങ്കിൽ തന്നെ എന്താ പറയുക ജർമ്മൻ സ്റ്റുഡൻസിനേക്കാളും കൂടുതലായിട്ട് മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അവരെക്കാളും കൂടുതലായാൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ മർമറിങ്ങും പുറുപുറുക്കലൊക്കെ നമുക്ക് കിട്ടുന്നിരിക്കാം. പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം മാർക്ക് കൂടുതൽ മേടിക്കരുത് എന്നല്ല, നന്നായിട്ട് പഠിക്കുക, അവരെക്കാളും മാർക്കുകൾ മേടിക്കുക, നന്നായി ക്ലാസ്സിൽ പെർഫോം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഫുഡ് നമ്മൾ കോമൺലി പോയി കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലാതെ വിത്ത് ജർമ്മൻസ് അല്ലെങ്കിൽ അതേഴ്സ് നമ്മൾ പോയി കഴിയുമ്പോൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ പറഞ്ഞ കണക്ക് ഒന്നാമത് ഈ ഫുഡിൻ്റെ സ്മെല്ല് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പം പറ്റില്ല. പിന്നെ എന്താ പറയുന്നത് ഡിസ്ലൈക്ക്നെസ് എപ്പോഴും നമ്മളോടുണ്ടാവും, നമ്മുടെ അടുത്തുണ്ടാവും. ഇവിടുത്തെ ജർമ്മൻസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ രാവിലെ ബുട്ടർ ബ്രോട്ടാണ് കഴിക്കുന്നത്, അതായത് ബ്രെഡാണ്, അതുമേത്ത് ചീസ് അല്ലെങ്കിൽ ഔഷനിട്ട് വെജിറ്റബിൾസ് തക്കാളി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ്, കുക്കുംബർ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ അവർ പുറത്ത് പോവുകയാണെങ്കിലും ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ വൺ ഡേ പ്രോഗ്രാമിനൊക്കെ പോവുകയാണെങ്കിലും അവർ വേറൊരു ഫുഡ് എടുത്തുകൊണ്ട് പോവുകയില്ല. കാരണമല്ല, അവർ എന്താണെന്ന് വെച്ചാൽ അവർ ബ്രെഡ് മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. നമുക്കും നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂട്ടി സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിന് പോകുമ്പോൾ നമുക്കും ബ്രെഡ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഡോസയ്ക്കകത്ത്, അതായത് ടിഫിൻ ബോക്സിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പം മറ്റുള്ളവർക്കും അതൊരു ഇറിറ്റേഷന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കില്ല. നമ്മൾ ഹാപ്പി ആയിരിക്കും, അവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള സത്യം എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചത്. അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുന്നത് ഒരു ഇൻഫർമേഷൻ തരും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒന്നും അറിയാതെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ആയിക്കഴിയുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ അൺഹാപ്പി ആയിരിക്കും, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരികയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്കറിയാം ഇതാണ് വരാൻ പോകുന്നത്, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി വന്നതാണ്, സോ ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉപകാരപ്രദം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ, ടേക്ക് കെയർ.